ഗുഡ് മോർണിംഗ് ഗായ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. ഗുഡ് ആഫ്റ്റർനൂണും അല്ല, ഗുഡ് ഈവനിങ് ആണ്. ഇപ്പോൾ ഏകദേശം 9 മണിയായിട്ടുണ്ട്. വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് എന്തോ ആകെ മൂഡ് ഔട്ടായിരിക്കുകയാണ്. ഇതിനെയാണോ മൂഡ് സ്വിങ് എന്ന് ശാസ്ത്രം വിളിക്കുന്നത് അറിയില്ല. പക്ഷേ ഇത്തരം സമയങ്ങളിൽ ഞാനൊന്ന് എൻഹാൻസ്ഡ് ആവാൻ ചെയ്യാറെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ഞാൻ കഴിക്കാൻ പോകും. അതാണ് ചെയ്യാറ്. ഇപ്പോൾ ഇന്ന് ഞാൻ കഴിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പറഞ്ഞാൽ കിഴിപ്പൊറോട്ട. അത് നല്ല ഒരു ഐറ്റമാണ്. അത് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ഹാപ്പിയാണ്. അപ്പം ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് ഒരു മോയ്സ്ചറൈസേഷൻ ഇട്ടിട്ട് ഒരു ലിപ്സ്റ്റിക് ഇടുന്നത്. ഇത് മാത്രമാണ് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത്. പുറത്ത് നല്ല മഴയാണ്, എന്നാലും ഞാൻ പോകും ഫുഡ് കഴിക്കാൻ. അത് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ നല്ല ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് കിഴിപ്പൊറോട്ട കഴിക്കാൻ പൂച്ചനിപ്പാടത്തുള്ള പുട്ടുമീനിലും പോവാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ലിപ്സ്റ്റിക് ഇട്ടു, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസേഷൻ ഇടേണ്ടത്. അത് സ്ഥിരം ഇടുന്ന ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ ജസ്റ്റ് മുടി ഒന്ന് ചീകി കെട്ടി, ഇത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പുനനോട് പറഞ്ഞിട്ടുണ്ടെന്ന് കൂടെ വരുമെന്ന്. പുള്ളിക്കാരി എന്തായാലും കൂടെ വരും, ഇല്ലാണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. കണ്ടോ, നല്ല മഴയാണ്, കോട്ടിട്ടായാലും ഞാൻ പോകും. രാത്രി ടൈമിൽ നമുക്ക് ഇതണക്ക് മഴയും കൂടെ ഉള്ള ദിവസം നമ്മൾ നൈറ്റ് റൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഫീലാണ്. കൂടെ ആരെങ്കിലും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വൈബാണ്. ആ ഒരു മൂഡ്, ഒരു നെഗറ്റീവ് മൂഡൊക്കെ ഒന്ന് മാറി നമ്മുടെ ഒരു മൂഡൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യും. ഞാൻ പൂച്ചനിപ്പാടത്തുള്ള പുട്ടുമീനിലുമാണ് ചെന്നത്. പക്ഷേ അത് ഗായ്സ്, അത് പൂട്ടിയിട്ടേക്കോ. എനിക്ക് ആകെ സങ്കടമായി. പക്ഷേ എൻ്റെ പ്രതീക്ഷ കൈവിട്ടില്ല. ഞാൻ വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോയി. ഊരകത്തുള്ള ഒരു പുട്ടുമീനുണ്ട്, അവിടെ നമുക്ക് കിഴിപ്പൊറോട്ട കിട്ടും. അവിടെ നമുക്ക് പോയി ഓർഡർ ചെയ്യാം കേട്ടോ. ഇത് പുതിയ പുട്ടുമീനുമാണ്. അവിടെ എന്ന് പറയുന്നത് നമുക്കൊരു ഹോംലി ഫീലാണ്. ഞാൻ മെനു ഒക്കെ നോക്കുന്നെങ്കിലും വേറെ ഒന്നും വേറൊരു ഓപ്ഷൻ, എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. ഞാൻ അവിടെ പോയി മിക്കവാറും ഓർഡർ ചെയ്യുന്നത് ദോശ, സാമ്പാർ, അല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യുന്നത് കിഴിപ്പൊറോട്ടയാണ്. അത് വന്നാണ്ട് ആ കിഴിപ്പൊറോട്ട അതിനകത്തൊരു 3, സാധാരണഗതിയിൽ 2 എണ്ണമാണ് ഉണ്ടാവാറ് പൊറോട്ട. പക്ഷെ ഞാനിപ്പോൾ മിട്ടുവിൻ്റെ കൂടെ ഉണ്ടല്ലോ, അപ്പം ഞാൻ ഒരെണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല നല്ല ഫീലാണ് കേട്ടോ. പുള്ളിക്കാരൻ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഫാൻ ഇടാൻ പാടില്ല. ഈ മഴയത്ത് പുറത്ത് നല്ല മഴയും അതിൻ്റെ കൂടെ ഈ കിഴിപ്പൊറോട്ടയെന്ന് പറഞ്ഞത് നല്ല അടിപൊളി ഫീലാണ്. അത് എൻ്റെ മൂടൊക്കെ തിരിച്ചു വന്നു. കണ്ട എൻ്റെ മുഖത്തെ ഹാപ്പിനെസ് നിങ്ങൾ കണ്ടാ. 3 പൊറോട്ടയും ബീഫുമാണ് ഈ കിഴിപ്പൊറോട്ടയിൽ നമുക്ക് കിട്ടുന്നത്. അത് സിർഫ് 130 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ട, ഒരു കാടമുട്ടി അതിനകത്ത് ഉണ്ടാവും. നല്ല സ്പൈസിയും നല്ല ചൂടാണത് കഴിക്കാനായിട്ട്. പുറത്ത് നല്ല മഴയും ഈ ചൂട് ഡിഷും കൂടെ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും പോയി ട്രൈ ചെയ്യണം. നോക്ക്, ആ ഒരു പൊറോട്ട നല്ല ഗ്രേവിയിൽ മുക്കിയ പൊറോട്ടയും